മഹാഭാരതം എഴുതുന്നതും ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അവർ ആരും തന്നെ പറയുന്നില്ല ഞാൻ ദളിതനാണെന്ന്. കലാഭവൻ മണി നമുക്ക് കേരളത്തിൽ ഉയർന്നു വന്ന വലിയൊരു നടനാണ്. കലാഭവൻ മണിയെ കേരള സമൂഹം ദളിതനാണെന്നോ പട്ടികജാതി പട്ടികവർക്കാരനോ ഒന്നും കണ്ടിട്ടല്ല കലാഭവൻ മണി എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു ആളിനെ നമ്മൾ സ്നേഹിച്ചതും ബഹുമാനിച്ചതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കൊണ്ടാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് ഇപ്പം 2 ഇൻസിഡൻറ്റ് ഇപ്പം നടക്കുന്നു. ചില ആളുകൾ എണീറ്റ് വന്നിരുന്ന് പറയും ഞാൻ ദളിതനാണ്, അതിൽ അഭിമാനിക്കുന്നു. ചില ആളുകൾ പറയും ഞാൻ ദളിതനായതുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല. സംസ്കൃതം നന്നായി പറയാൻ അറിയാത്തത് കൊണ്ട് ആണ് PhD കൊടുക്കാത്തതെന്ന് പറഞ്ഞൊരു കേസ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഡീൻ എന്ന് പറയുന്ന, ഞാനിവിടെ പേര് പറയുന്നല്ലോ, പേര് പറയേണ്ട കാര്യമില്ല. ആ ഡീൻ എന്ന് പറയുന്ന അവർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരാണ്, നമ്പൂതിരി സമുദായത്തിൽ മറ്റു ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ ദളിത് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരന് PhDക്ക് സംസ്കൃതം ചോദിച്ച് കുഴച്ച് സംസ്കൃതം കൊടുക്കാതെ, അതുകൊണ്ട് PhD കൊടുക്കാത്ത വലിയ വിവാദമാണത് കേരള സർവകലാശാലയിൽ. ഡോക്ടർ മാളവിക എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ, അവർ എവിടെ പോയി, വിദേശത്ത് പോയി, ഇപ്പോൾ ജർമ്മൻ സർവകലാശാലയിൽ നിന്ന് അവർക്ക് 1 കോടി രൂപയുടെ ഇത് കിട്ടിയിട്ടുണ്ട്. അവർ ചരിത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാസ്റ്റിസത്തെക്കുറിച്ചൊക്കെ പഠിക്കാനാണ് ജർമ്മനിയിൽ നിന്ന് പൈസ കിട്ടിയിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, പറഞ്ഞു വന്നപ്പോൾ ഞാൻ ദളിതാണ് എന്ന് പറയുന്നു. എന്തിനാണ് അതൊരു മെരിറ്റായിട്ട് എടുക്കുന്നത്? നമ്മൾ ആരും രാവിലെ എണീറ്റ് പറഞ്ഞു നടക്കാറില്ല. പേരിൽ നായരുണ്ടെങ്കിൽ നായരാണെന്ന് അറിയാൻ പറ്റും, പേരിൽ നമ്പൂതിരി ഉണ്ടെങ്കിൽ നമ്പൂതിരി എന്നറിയാൻ പറ്റും. ഒരാളും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല ഞാൻ നമ്പൂതിരിയാണ്, ഞാൻ പിന്നെ പേരിലുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്. എത്രയോ ആളുകൾക്ക് പേര് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റാത്തവരുണ്ട്.